എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു RX കിങ് ആണ്, ഇൻഡോനേഷ്യൻ RX ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ പറയാനായിട്ട് നമുക്ക് ഇതിൻ്റെ മെക്കാനിക്കിൽ തന്നെ വിളിക്കാം. മെക്കാനിക്കം ഓണറാണ്, അപ്പോൾ നമുക്ക് ഓണറിനെ വിളിക്കാം. പോകുന്ന വണ്ടി ഒരു നോർമൽ RX 135 ഇൻഡോനേഷ്യൻ മോഡലിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് RX കിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്ന മോഡലാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ വണ്ടി മേക്ക് ചെയ്ത ആൾ തന്നെ നമ്മളെ കൂടെ ഉണ്ട്, മെക്കാനിക്ക് കം ഓണറാണ്. പുള്ളി കൂടുതൽ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. വണ്ടി ഇത് ആക്ച്വലി ഒരു 2000 മോഡൽ ഹൈ സ്പീഡിൻ്റെ അടുത്ത് RX കിങ് ഇൻഡോനേഷ്യൻ മോഡൽ RX കിങ് ആയിട്ട് പണിതാണ്. ടോട്ടലി പാർട്സ് എല്ലാം പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഏകദേശം പാർട്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്ത് തന്നെ വർക്ക് ചെയ്താണ്. പിന്നെ കുറച്ച് ബോഡി പാർട്സ് എല്ലാം ഇവിടെ തന്നെ മേക്ക് ചെയ്തെടുത്തതാണ്. ഈ ടാങ്കും സൈഡ് പാനലും എല്ലാം ഹാൻഡ് മെയ്ഡാണ്, ഇവിടെ മേക്ക് ചെയ്തെടുത്തതാണ്. പിന്നെ എൻജിൻ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും മലേഷ്യൻ സൈഡ് എന്ന് പറഞ്ഞ ഒരു മോഡലുണ്ട്, പുറത്താണത്. അവിടുത്തെ തന്നെ ആ വണ്ടിയുടെ തന്നെ എടുത്ത് സ്പെയർ എല്ലാം എടുത്ത് ഇമ്പോർട്ട് ചെയ്ത് അതിന് സെറ്റ് ചെയ്തെടുത്താണ് ഇത്. ഏകദേശം ഒരു 2 വർഷത്തോളം അടുപ്പിച്ച് ആയി കാണും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്പെയർ ഇമ്പോർട്ട് ചെയ്ത സ്പെയറുകളാണ് കൂടുതൽ. അപ്പോൾ ഓരോ സ്പെയറും 6 മാസം അടുപ്പിച്ച് വരെ ആയ സ്പെയറുകളുണ്ട് നമുക്ക് ഇത് കിട്ടാനായിട്ട്, കയ്യിൽ കിട്ടാനായിട്ട്. പിന്നെ കോവിഡിൻ്റെ ഇഷ്യൂ കാരണം കുറേ സ്പെയർ വരാനായിട്ട് ബ്ലോക്കായി, പാതിയിൽ ബ്ലോക്കായി നിന്ന് അത് പിന്നെ വരാനായിട്ട് വെയിറ്റ് ചെയ്ത്. പിന്നെ ഇവിടെ മേക്ക് ചെയ്ത സാധനങ്ങളെല്ലാം ഹാൻഡ് മെയ്ഡാണ്, അപ്പോൾ അതിന് ടൈം എടുത്ത്. അങ്ങനെയാണ് ഇത്രയും മേക്ക് ചെയ്ത സാധനങ്ങളെന്ന് പറയുമ്പം എന്തൊക്കെയായിരിക്കും? മേക്ക് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും ഈ ടാങ്ക്, സൈഡ് കവർ, പിന്നെ ഈ റിഫ്ലക്ടർ ക്ലാമ്പ്, ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. പിന്നെ ഈ കാരിയർ എല്ലാം നമ്മൾ ചെയ്തെടുത്ത് തന്നെ മേക്ക് ചെയ്താണ്. കാരിയർ, ക്രാഷ് കാർഡ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ മലേഷ്യൻ RXന്റെ സെയിം സാധനങ്ങളാണ്. എക്സാക്ട് ഏകദേശം ഇതാണൊക്കെയാണ് ഇരിക്കുന്നത്. ഇതേപോലെ തന്നെ മേക്ക് ചെയ്തെടുത്തതാണ്. അത് ഔട്ട് സൈഡ് ആ ലുക്ക് അതാണ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ഏകദേശം നമ്മൾ ഫോട്ടോ എല്ലാം നോക്കിയാണ് ചെയ്തത്. എന്നാലും ഏകദേശം എക്സാക്ട് കണക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഞാൻ RX കിങ്ങിൻ്റെ തന്നെ എൻജിൻ കവർ എടുത്തിട്ട് അതിൽ കസ്റ്റം ചെയ്തെടുത്തതാണ്. എനിക്കിത് ഇൻസൈഡ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് വെറൈറ്റിക്കും വേണ്ടിയിട്ട് ചെയ്തതാണ്. സിങ്യാമും ഇമ്പോർട്ടഡ് ആണ്. തായ്ലാൻഡ് മേഡാണ് സിങ്യാമ്, അവിടെ മേക്ക് ചെയ്യുന്നതാണ്. RX കിങ്ങിന് തന്നെ മേക്ക് ചെയ്യുന്ന വരുന്നതാണ്. കുറേ മോഡലുണ്ട്, അതിലൊരു മോഡലാണ് ഇത് RX കിങ്ങിൻ്റെ സിങ്യാമ്. ചേംബർ ARE എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണിത്. ഇതും ഇമ്പോർട്ടഡ് ആണ്, മലേഷ്യനാണ്. ഈ ചേംബറിന് മാത്രം എത്ര കോസ്റ്റ് ആവുമെന്ന് പറയാൻ പറ്റും? ചേംബർ ഇവിടെ വന്നപ്പോഴത്തേക്കും 15 രൂപ അടുപ്പിച്ചായി കാണും. 15,000 അല്ലേ? 15,000. ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇത് RX കിങ്ങിൻ്റെ തന്നെയാണ്, ഒറിജിനലാണ്. ഡിസ്ക് പ്ലേറ്റും കാലിബേഴ്സും കാലിബറും എല്ലാം ഒറിജിനൽ തന്നെയാണ്. ഇത് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ്. ഇതിലിരിക്കുന്ന ആക്ച്വലി ഏകദേശം സാധനങ്ങളെല്ലാം ഇമ്പോർട്ട് ചെയ്ത ഐറ്റംസ് ആണ്. കുറച്ച് സാധനങ്ങൾ മാത്രം ഇവിടെ മേക്ക് ചെയ്തെടുത്തത്. റേഡിയലാണ് യൂസ് ചെയ്തത്. ഇത് ഒരു മലേഷ്യൻ ടച്ച് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്, ടോട്ടലി ഔട്ട്ലുക്കും അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ ഓടിക്കാനും കംഫർട്ടാണ്, അതിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്തതാണ്. അധികാരം കാണാത്തോണ്ട് നല്ല റോഡ് പ്രസൻസും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് ഒന്ന് നോക്കാം.
തന്നെ ചെയ്തതാണ്. അതിനുവേണ്ടിയാണ് പുറത്ത് ഇൻസൈഡ് 6 സ്പീഡിൻ്റെ പാർട്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്തത്. ക്രാങ്കും സിലിണ്ടറും ഹെഡും എല്ലാം 6 സ്പീഡിൻ്റെ തന്നെയാണ്. റീഡായാലും കാർബായാലും പിന്നെ ക്ലച്ച് എല്ലാം 6 സ്പീഡ് തന്നെ ഇമ്പോർട്ട് ചെയ്തതാണ്. പെർഫോമൻസിന് വേണ്ടിയിട്ട് കൂടി ചെയ്തതാണ്. ഇതിന് പോർട്ട് ചെയ്യാൻ അങ്ങനെയല്ല ചെയ്തിട്ടുണ്ട്. പോർട്ടില്ല, സ്റ്റോക്ക് സിലിണ്ടറിനെ തന്നെ നമ്മളെ നോർമൽ എഞ്ചിൻ കേസിൽ ഇതിനെ സൂട്ട് ചെയ്തെടുത്താണ്. 6 സ്പീഡ് സെഡിന് നമ്മൾ 5 സ്പീഡ് എഞ്ചിൻ കേസിൽ 6 സ്പീഡ് സെഡിന് സിലിണ്ടർ തന്നെ സൂട്ട് ചെയ്ത് സിലിണ്ടറും ക്രാങ്കും എല്ലാം സൂട്ട് ചെയ്തെടുത്തതാണ്.